വൈദ്യരേ, നീ കാട്ടുമുത്തപ്പനോ? ഈയിടെ ഭയങ്കര ശരീരവേദന, ക്ഷീണവും. ഭാരം കൂടിയ മൃഗങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാ വേദന കൂടുതൽ. ആന, കാണ്ടാമൃഗം ഇവരൊക്കെ വിളിച്ചാൽ ഞാൻ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടണ്ടേ? ശരി, മരുന്ന് തരാം. പക്ഷേ ഒരാഴ്ചത്തേക്ക് ഭാരമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടരുത്. അതെങ്ങനെ പറ്റും? ഏതെങ്കിലും ആന വിളിച്ചാൽ? സൂത്രനോട് പറയാം, എന്തെങ്കിലും വഴി കാണും. അതുകൊണ്ട് കാട്ടുമുത്തപ്പനെ ഒരാഴ്ചത്തേക്ക് ആനകൾ വിളിക്കരുത്. അത് എല്ലാ ആനകളോടും പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. പല സ്ഥലത്തായി എഴുതി വെക്കാം. അഥവാ ആന വിളിച്ചാലും പ്രത്യക്ഷപ്പെടാതിരുന്നാൽ പോരെ? അയ്യോ, അത് പറ്റില്ല, എന്റെ പണി പോകും. ശരി, എങ്കിൽ എഴുതി വെക്കാം. ഒരാഴ്ചത്തേക്ക് ആനകൾ കാട്ടുമുത്തപ്പനെ വിളിക്കരുത്. കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണ്. കാട്ടുമുത്തപ്പന് ചികിത്സയാണെങ്കിൽ ആരും വിളിക്കാൻ പാടില്ലല്ലോ. ശരിയോ? ആനകൾ മാത്രം എന്താ പ്രത്യേകത? ആനയുടെ അടുത്ത് വന്നാൽ അസുഖം കൂടുമോ? അത് തെറ്റാ. നമുക്കെന്താ വൃത്തിയില്ലേ? നമ്മളെന്നും കുളിക്കും. ആഴ്ചയിൽ ഒരു തവണ പോലും കുളിക്കാത്തവരുണ്ട്. വലിയ ശരീരമല്ലേ, കൂടുതൽ രോഗാണുക്കൾ ഇരിക്കുമെന്ന് വിചാരിച്ചു കാണും. എങ്കിൽ നമുക്കല്ല അസുഖം വരേണ്ടത്, അതിലല്ലല്ലോ. ആരോ കാട്ടുമുത്തപ്പനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. അത് സൂത്രനാ, അവനാ ഇതൊക്കെ എഴുതിയത്. ഞങ്ങളുടെ ശരീരത്തിൽ മൊത്തം രോഗാണുവാണെന്ന് താൻ പറഞ്ഞു അല്ലേ? അടിയട്ടവനെ. ആണോ സൂത്ര? എന്നിട്ടൊന്നും കാണാനില്ലല്ലോ. വൈദ്യരെ, കാട്ടിലെ ആനകൾ മൊത്തം എന്നെ വിളിച്ച് പ്രത്യക്ഷപ്പെടുത്തി. അയ്യോ, അവർക്ക് അസുഖമൊന്നും ഇല്ലെന്ന് തെളിയിക്കാനാണത്രേ. ശരി, നമ്മുടെ കടിയസിംഹത്തിന് പോലും ജിറാഫിനെ കാണണമെന്ന്. ഓരോ കാണണമെന്ന്? ജിറാഫിനെ ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുക്കാമെന്ന്. എന്റെ അമ്മ, എവിടുന്ന്? അതിനൊക്കെ വഴി ഉണ്ട്, താൻ വാ. വെറുതെ അല്ല, വയറു നിറച്ചു തീറ്റ കിട്ടും. താൻ ഈ കുഴല് കണ്ടോ? ഇതാണ് ജിറാഫിന്റെ കഴുത്ത്. ദാ ആ വരുന്നത് ജിറാഫിന്റെ തല. ചേട്ടാ, വിശക്കുന്നു. ഈ പോത്തിൻ കുട്ടിയോ? വിശക്കുന്നേ. എടാ, നീ ഇതിനകത്തു കേറിയിരി. മിടുക്കൻ. കണ്ടോ, ജിറാഫിന്റെ തലയും കഴുത്തുമായി. കുറുക്കൻ ചേട്ടാ, വിശക്കുന്നേ. ഇവൻ എപ്പോഴും തീറ്റയുടെ വിചാരമാണ്. ഇനി താനിതെടുത്ത് കഴുത്തിലോട്ട് വെക്കി. ഞാനോ? വെക്കുന്നേ, ഞാനല്ലേ പറയുന്നത്. തിന്നാനായോ? ജിറാഫ് റെഡി. കുഞ്ഞിനെ കാണിക്കാനല്ലേ, ഇത്രയൊക്കെ മതി. കൊണ്ടുപോകണം വയ്യടോ. വല്ലത് തിന്നാൻ തരണേ ചേട്ടോ. വാ, ഞാൻ പിടിക്കോ. സിംഹ കുഞ്ഞിന് ജിറാഫിനെ ഇഷ്ടപ്പെട്ടാൽ കോൾ അടിച്ചു. തിരുമനസേ, ആളെത്തി. നീ എന്റെ കുഞ്ഞിനെ പേടിപ്പിക്കുകല്ലടാ. പ്ലാവില തിന്നാൻ നോങ്ങിയതാ. വിശപ്പ് മാറി. ഇനി ചേട്ടൻ എന്നെ താഴെ ഇറക്കിക്കോ.